തൊഴിലാളി വർഗത്തിൻ്റെ ഒരു അന്ധകരായി പിണറായി വിജയനും ബാലഗോപാലും മാറിക്കൊണ്ടിരിക്കുകയാണ്. പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വഞ്ചനയുടെ ദിനമാണ്. 2 ഗഡുക്കൾ തന്നത് തന്നെ വാലും തുമ്പുമില്ലാത്തൊരു ഉത്തരവിലൂടെ. തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ആ മെഡിസപ്പിൻ്റെ കാർഡുമായിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഇവിടെയുള്ള മേജർ ആശുപത്രികളിലൊന്നും ഞങ്ങൾ ഈ കാർഡുമായിട്ട് ചെല്ലുമ്പോൾ ഞങ്ങളെ കളിയാക്കി വിടുക. ഈ ഗവൺമെൻറ് ഞങ്ങളെ തെണ്ടികളാക്കി എന്നുള്ളതാണ്. ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് ഓരോ പെൻഷൻകാരനെയും ചവിട്ടി താഴ്ത്തുകയാണ്. ഈ പെൻഷൻകാരുടെ പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന. നമസ്കാരം. സത്യത്തിൽ സാധാരണക്കാരായ പൊതുജനങ്ങളെ ഈ ബഡ്ജറ്റ് ചേർത്ത് പിടിച്ചോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഈ സർക്കാരിൻ്റെ കാലത്തെങ്കിലും ഇനിയെങ്കിലും കൃത്യമായി പെൻഷൻ ലഭിക്കുമോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നു. എന്തായാലും പെൻഷൻകാരെ പോലും കൃത്യമായി പരിഗണിക്കാത്ത ഈ ബഡ്ജറ്റിനെതിരെ, ബഡ്ജറ്റ് നയങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വഞ്ചനയുടെ ദിനമാണ്. ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഒരു പെൻഷൻ പരിഷ്കരണ ഉത്തരവുണ്ടാകുമെന്നാണ്. പെൻഷൻ പരിഷ്കരണം സംബന്ധിച്ചൊരു കമ്മീഷനെ പോലും ഈ ഗവൺമെൻറ് ഈ ബഡ്ജറ്റിലൂടെ അനൗൺസ് ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ 7 മാസം കഴിഞ്ഞിരിക്കുന്നു പെൻഷൻ പരിഷ്കരണ തീയതി കഴിഞ്ഞിട്ട്. ജൂലൈ മാസം 1-ാം തീയതി 2024 ജൂലൈ 1-ന് ഞങ്ങളുടെ പെൻഷൻ പരിഷ്കരിക്കേണ്ടതാണ്. അപ്പോൾ 7 മാസം കഴിഞ്ഞിട്ട് കമ്മീഷനെ പോലും നിയമിച്ചിട്ടില്ല. ഇന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്, കിട്ടിയിട്ടില്ല. 6 ഗഡു പെൻഷൻ ക്ഷാമാശ്വാസം കുടിശ്ശിക. അവർക്ക് ക്ഷാമബത്തെയാണെങ്കിൽ ഞങ്ങൾക്ക് ക്ഷാമാശ്വാസമാണ്. ക്ഷാമാശ്വാസം 6 ഗഡു കുടിശ്ശികയാണ്. കഴിഞ്ഞ പ്രാവശ്യം 2 ഗഡു 2021 ജനുവരി മുതലും ജൂലൈ മുതലും 2 ഗഡുക്കൾ തന്നത് തന്നെ വാലും തുമ്പുമില്ലാത്തൊരു ഉത്തരവിലൂടെ. കാരണം കുടിശ്ശിക എന്ന് മുതൽ ഡ്യൂ ആയെന്നോ, കുടിശ്ശിക ഒന്നും തരാതെ ഉത്തരവിറക്കുന്ന ഡേറ്റ് മുതൽ മാത്രമാണ് ഇപ്പോൾ DR തരുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി വർഗത്തിൻ്റെ ഒരു അന്ധകരായി പിണറായി വിജയനും ബാലഗോപാലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു മെഡിസപ്പ് നടപ്പാക്കി ആർക്കും ഒരു പ്രയോജനമില്ല. തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ആ മെഡിസപ്പിൻ്റെ കാർഡുമായിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ആകെ ഈ ജില്ലയിലുള്ള ഒരു നിംസ് എന്ന് പറഞ്ഞ ആശുപത്രി നെയ്യാറ്റിൻകരയിൽ മാത്രമാണ്. കിംസിൽ പോകാൻ പറ്റില്ല, നമ്മുടെ SUT പോകാൻ പറ്റത്തില്ല, കോസ്മോയിൽ പോകാൻ പറ്റത്തില്ല. ഇവിടെയുള്ള മേജർ ആശുപത്രികളിലൊന്നും ഞങ്ങൾ ഈ കാർഡുമായിട്ട് ചെല്ലുമ്പോൾ ഞങ്ങളെ കളിയാക്കി വിടുക. എന്തിനാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മെഡിസപ്പ്? അപ്പോൾ ഇതുകൊണ്ടൊരു പ്രയോജനം. ഞങ്ങൾ 500 രൂപ വീതം എല്ലാ മാസവും ഞങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ജീവനക്കാരനും, ഭാര്യയും ഭർത്താവും പെൻഷൻകാരാണെങ്കിൽ 2 പേരുടെയും പെൻഷനിൽ നിന്ന് 1000 രൂപ, 500 രൂപ പിടിക്കും. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. അപ്പം ഞങ്ങൾക്ക് പ്രയോജനമില്ലാത്ത ഒരു മെഡിസപ്പ് അടിച്ചേൽപ്പിക്കുന്നു. ഞങ്ങളുടെ ശമ്പള കമ്മീഷനെ, പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുന്നില്ല. ഞങ്ങൾക്ക് DA കൃത്യമായി തരുന്നില്ല. അപ്പോൾ ഈ അതിശക്തമായ രോഷം ആളിക്കത്തുകയാണ് പെൻഷൻകാർക്കിടയിൽ. ഇത് ബാലഗോപാൽ മനസ്സിലാക്കിയാൽ നന്ന്. മാത്രമല്ല ഇവരെ സംബന്ധിച്ച്, ജീവനക്കാരെ സംബന്ധിച്ച് അവർക്ക് കുടിശ്ശിക വരുത്തിയാൽ അവർക്ക് കുറച്ച് ലേറ്റായി കിട്ടിയാലും കുഴപ്പമില്ല. ഞങ്ങളതല്ല, 70-80 കഴിഞ്ഞ പെൻഷൻകാരാണ്, മരണപ്പെടുകയാണ് പെൻഷൻകാർ. അപ്പോൾ കുടിശ്ശിക കിട്ടാതെ പട്ടണയിലേക്ക് എടുക്കുകയാണ്. 1 ലക്ഷത്തോളം പേര് മരണമടഞ്ഞു. 1 ലക്ഷം. അവർക്ക് ഇനി കുടിശ്ശിക കിട്ടുമോ? മരിച്ചു കഴിഞ്ഞാൽ കുടിശ്ശിക കൊടുക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം ആളുകൾക്ക്, പെൻഷൻകാർക്ക് കുടിശ്ശിക DA കൊടുക്കാതിരിക്കാനുള്ള ഒരളവ് കൂടിയാണ് ഈ കാലതാമസം. ഈ സർക്കാരിൻ്റെ കാലത്ത് പെൻഷൻ കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്? ഒരു പ്രതീക്ഷയില്ല. ഈ ഗവൺമെൻറ് എത്രയും നേരത്തെ ഇറങ്ങിപ്പോകുന്നോ അത്രയും നല്ലത്. ഞങ്ങളുടെ സുവർണ്ണകാലം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലമായിരുന്നു. അന്ന് ഞങ്ങൾക്ക് കൃത്യമായി DA കിട്ടുമായിരുന്നു, കൃത്യമായി ശമ്പളപരിഷ്കരണം കിട്ടുമായിരുന്നു. കൃത്യമായി ശമ്പളപരിഷ്കരണം, ഏറ്റവും മികച്ച ശമ്പളപരിഷ്കരണം തന്നത് ഉമ്മൻചാണ്ടിയാണ്. അന്നത്തെ ആ ശമ്പളപരിഷ്കരണത്തിൻ്റെ കൂടെ 4 ഇൻക്രിമെൻറ്റ് പൂർത്തിയാക്കപ്പെട്ട ഓരോ 4 വർഷത്തിനും ഓരോ ഇൻക്രിമെൻറ്റ് ഫിക്സേഷൻ തന്നിരുന്നു. ക്ലാസ് 4 ജീവനക്കാരന് 10% പ്രൊമോഷൻ കൊടുത്തു ഉമ്മൻചാണ്ടി. അങ്ങനെ എന്തെല്ലാം ആനുകൂല്യങ്ങൾ ആ ശമ്പളപരിഷ്കരണത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടി. ഒരുപാട് ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. മെച്ചപ്പെട്ട ശമ്പളപരിഷ്കരണം. ഈ ഗവൺമെൻറ് ഞങ്ങളെ തെണ്ടികളാക്കി എന്നുള്ളതാണ് സത്യമാണ്, കള്ളം പറയുന്നതല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് ഓരോ പെൻഷൻകാരനെയും ചവിട്ടി താഴ്ത്തുകയാണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നത്. ശക്തമായ സമരം തുടങ്ങാനിരിക്കുകയാണ്. അതിശക്തമായ പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അവകാശങ്ങൾ പാടെ മറിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പെൻഷൻകാർക്ക് 19% 6 ഗഡു ക്ഷാമബത്ത കൊടുക്കുവാനുണ്ട്. കഴിഞ്ഞ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ പോലും കൊടുത്തു തീർത്തിട്ടില്ല. അതിൻ്റെ ഒരു കുടിശ്ശിക ഇനിയും കൊടുത്തു തീർക്കുവാനുണ്ട്. അതിൻ്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട്
മറ്റ് 19% DA കുടിശ്ശികയുടെ കാര്യം ഒരക്ഷരം മിണ്ടുന്നില്ല. അതുമാത്രമല്ല, മെഡിസപ്പ്, വികലമായ ഒരു മെഡിസപ്പ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ജീവനക്കാർക്കോ പെൻഷൻകാർക്കോ യാതൊരു ആനുകൂല്യവും ഇന്ന് ഗവൺമെൻറ് ഈ എംപാനൽ ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലുകളിൽ നിന്നോ ലഭിക്കുന്നില്ല. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു ആശുപത്രികളിൽ പോലും അതും കൊണ്ടിന്ന് ചികിത്സയ്ക്ക് പോകാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. പെൻഷൻകാരുടെ പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിൻ്റെ നയങ്ങളെ അങ്ങേയറ്റം എതിർക്കുന്നതും ഈ പൊള്ളയായ ബഡ്ജറ്റിനെ ഞങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുകയാണ്. കേരളത്തിൽ ആകമാനമുള്ള കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ നേതാക്കളും ഇന്ന് ഇതുപോലെ ബഡ്ജറ്റിൻ്റെ പകർപ്പുകൾ കത്തിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് KSSPയെ മുന്നോട്ട് പോകുന്നത്. കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പോലും ഒന്നും സംസാരിക്കുന്നില്ല. ഈ അവകാശങ്ങളെന്ന് പറയുന്നത് പരമ്പരാഗതമായി പെൻഷൻകാർ സമരം ചെയ്ത് നേടിയെടുത്ത അവകാശങ്ങളാണ്. 5 വർഷത്തിലൊരിക്കൽ പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരിക്കണമെന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമല്ല, അവകാശമാണ്. DA കുടിശ്ശികയുടെ കാര്യവും അതുപോലെ തന്നെയാണ്. അങ്ങനെ പാടെ പെൻഷൻകാരെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ബഡ്ജറ്റിനെ അങ്ങേയറ്റം തള്ളുകയും ഇതിനെ പുച്ഛിച്ച് തള്ളുകയും പൊള്ളയായ ഈ ബഡ്ജറ്റിനെ ഇനി ഒരിക്കലും ഇതുപോലുള്ള വഞ്ചന മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ ബഡ്ജറ്റ് ഇവിടെ കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. നന്ദി, നമസ്കാരം. പെൻഷൻകാരെ ഇത്തരത്തിൽ വഞ്ചിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇത്തരത്തിലൊരു ബഡ്ജറ്റ് പ്രതീക്ഷിച്ചിരുന്നോ? ഇത്തരത്തിൽ ഒരു കാരണവശാലും ഒരു ബഡ്ജറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കാരണം ഈ DA കുടിശ്ശികകളെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അതുമാത്രമല്ല, 5 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ പെൻഷൻ പരിഷ്കരണ കാലാവധി അതെങ്കിലും ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതും ഉണ്ടായിട്ടില്ല. വളരെ പൊള്ളയായ ഒരു ബഡ്ജറ്റ്.